ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ പറയുന്ന പല വാക്കുകളും ചേഷ്ടകളും ആംഗ്യഭാഷകളും എല്ലാം തന്നെ വലിയ രീതിയിൽ വിലയിരുത്തപ്പെടുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഒരു അവസാന ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ പലപ്പോഴും ഈ മത്സരാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും തെറിവിളിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനു മുന്നത്തെ ഒരു സീസണിൽ കുഷ്ഠരോഗമാണ്, മനസ്സിൽ കുഷ്ഠമാണെന്ന് ഒരു മത്സരാർത്ഥി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ഈ സീസണിൽ പഴയ മത്സരാർത്ഥികളുടെ പേരുകളൊന്നും പരാമർശിക്കരുത്, ആ സംഭവങ്ങളൊന്നും പറയരുത് എന്ന് ആദ്യം തന്നെ മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, നിയമത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെയും കഴിഞ്ഞ മത്സരാർത്ഥികളെ പറ്റി ഇതുവരെയും ഒരു ചർച്ചകളും നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് രതീഷും ജാസ്മിനും നൂറയും തമ്മിൽ സംസാരിക്കുന്ന ഇതിന്റെ ഇടയിൽ ഗബ്രി വരുന്നുണ്ട്. അപ്പോൾ ഗബ്രി ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഗബ്രി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കുഷ്ഠമുള്ളത് കൊണ്ടാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഈ വാക്ക് നീ പറയരുത്. കഴിഞ്ഞ സീസണിൽ ഇതിനു മുന്നേ ഉള്ള സീസണിൽ ഒരു മത്സരാർത്ഥി ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞതിൽ മോഹൻലാൽ വന്ന് അയാളെ പൊരിച്ചെടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് ഗബ്രിയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. ഗബ്രി ആകെ പേടിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഗബ്രി അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ക്യാമറ നോക്കി ഗബ്രിയുടെ മുഖമൊക്കെ ഒന്ന് മാറി വിളറിപ്പോകുന്നുണ്ട്. ഇത് രതീഷ് മുതലെടുക്കുന്നുണ്ട്. രതീഷ് പറയുന്നുണ്ട്, നീ അങ്ങനെ പറയരുത്, വന്ന് ചോദ്യം ചെയ്യും, ഭയങ്കര ചർച്ചയായിട്ടുണ്ട്, കഴിഞ്ഞ സീസണിൽ ഇത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്, ഇങ്ങനെ കുഷ്ഠരോഗികളെ പറ്റിയാണ് അന്ന് പറഞ്ഞത്. അത് രജിത് കുമാറിന്റെ സീസണിലാണ് ഇങ്ങനൊരു സംഭവം എന്നാണ് തോന്നുന്നത്. ആ സീസണിൽ ഭയങ്കര ഇഷ്യൂ ആയ ഒരു സംഭവമാണ്, നീ പറഞ്ഞ സാധനം പുറത്ത് വലിയ ചർച്ചയാകുമെന്നൊക്കെ രതീഷ് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. എന്തായാലും രതീഷിന്റെ അടവ് ഒരുവിധം ഈ കുറച്ച് പയ്യന്മാരോടൊക്കെ നടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ.